ഇറാനിൽ കരയാക്രമണം നടത്താൻ ശക്തമായ നീക്കങ്ങൾ. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക നേതൃത്വങ്ങൾ തമ്മിൽ പരസ്പരം കൂടിക്കാഴ്ചകൾ നടത്തി. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ തീജ്വാലകൾ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും വ്യോമാക്രമണം തുടരുമ്പോൾ കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം വരും ദിവസങ്ങളിൽ ഈ സംഘർഷത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു നിർണായക യോഗം നടന്നു. US സെൻട്രൽ കമാൻഡ് തലവനായ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഇസ്രായേലിലെത്തി ഇസ്രായേൽ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീറുമായി കൂടിക്കാഴ്ച നടത്തി. മധ്യപൂർവ്വ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ നിലവിലെ സാഹചര്യവും ഭാവി തന്ത്രവുമാണ് കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാമതായി ഇറാന്റെ ആയുധ ഉൽപാദനം എങ്ങനെ തടയാം, ഭാവിയിൽ ഇറാന് മിസൈലുകളും ആയുധങ്ങളും വീണ്ടും വികസിപ്പിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കാൻ US-ഉം ഇസ്രായേലും ആഗ്രഹിക്കുന്നുണ്ട്. ഇറാനിൽ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു കരസൈനിക നടപടിക്കായി US പ്രതിരോധ വകുപ്പ് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ കൂടിക്കാഴ്ച. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം രൂക്ഷമാക്കാൻ തീരുമാനിച്ചാൽ ദീർഘവും സുസ്ഥിരവുമായ ഒരു കരസൈനിക നീക്കത്തിന് US സൈന്യം ഉടനടി സജ്ജമാണെന്ന് ഉറപ്പാക്കാനാണ് ഇതെന്നും US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നുണ്ട്. ഇതുവരെ യുദ്ധം വ്യോമാക്രമണങ്ങളിൽ മാത്രമായി ഒതുങ്ങി. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഈ ഓപ്പറേഷനിൽ 900-ലധികം ആക്രമണങ്ങൾ നടന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി ഉൾപ്പെടെയുള്ള ഡസൻ കണക്കിന് മുതിർന്ന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. എന്നാൽ ഇപ്പോൾ കരയാക്രമണത്തെക്കുറിച്ചുള്ള സംസാരം യുദ്ധം പുതിയതും അപകടകരവുമായ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുമെന്നും വ്യക്തമാക്കുന്നു. ട്രംപ് കരയാക്രമണത്തിന് ഉത്തരവിടുമോ എന്ന് നിലവിൽ വ്യക്തമല്ല. എന്നിരുന്നാലും ഈ കൂടിക്കാഴ്ചയും പെന്റഗണിന്റെ തയ്യാറെടുപ്പുകളും US ഏത് സാഹചര്യത്തിനും തയ്യാറെടുക്കുകയാണെന്ന് വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ വ്യോമ കരസംഘർഷം രൂക്ഷമാകുമോ അതോ നയതന്ത്ര പരിഹാരം ഉണ്ടാകുമോ എന്ന് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. അതേസമയം പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും ഇറാനെതിരെ ഒരു വലിയ സംയുക്ത ആക്രമണം നടത്തി. അതിനുശേഷം ഇരുവശത്തു നിന്നും മിസൈലുകളുടെയും ഡ്രോണുകളുടെയും തുടർച്ചയായ പ്രവാഹമുണ്ടായി. ഞായറാഴ്ച ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലിന്റെ ഒരു ഭാഗം തെക്കൻ ഇസ്രായേലിലെ ഒരു കെമിക്കൽ ഫാക്ടറിയിൽ പതിക്കുകയും വൻ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തതോടെ ഈ സംഘർഷം പുതിയതും അപകടകരവുമായ ഒരു വഴിത്തിരിവായി. ബീർഷെബ നഗരത്തിന് തെക്ക് ഭാഗത്തുള്ള നിയോട്ട് ഹൊബ വ്യാവസായിക മേഖലയിലാണ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. കീടനാശിനികളും വിള സംരക്ഷണ രാസവസ്തുക്കളും നിർമ്മിക്കുന്ന അഡാമ കമ്പനിയുടെ മക്തഷിം പ്ലാന്റാണിത്. ചൈനീസ് കമ്പനിയായ സിൻജെന്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പ്ലാന്റിൽ ഒരു മിസൈൽ ശകലം പതിക്കുകയും കെമിക്കൽ ടാങ്കുകൾക്ക് തീപിടിക്കുകയും ചെയ്തു. തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ വിഷപ്പുകയുടെ സാധ്യത കാരണം സമീപത്തുള്ള താമസക്കാർക്ക് വീടിനുള്ളിൽ തന്നെ തുടരാൻ ഇസ്രായേലി സൈന്യത്തിന്റെ ഹോം ഫ്രണ്ട് കമാൻഡ് മുന്നറിയിപ്പും നൽകി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അഗ്നിശമന സേനാംഗങ്ങളും രക്ഷാപ്രവർത്തകരും തീ നിയന്ത്രണ വിധേയമാക്കുകയും കേടായ കെമിക്കൽ ടാങ്കറുകൾ അടയ്ക്കുകയും ചെയ്തു. എന്നിരുന്നാലും വാതക ചോർച്ചയ്ക്കുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട്. വാതക ചോർച്ച പ്രദേശം മുഴുവൻ വ്യാപിച്ചാൽ അത് ദുരന്തത്തിന് കാരണമാവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.